ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൻ്റെ കോഴിക്കോടാണ്. ഇത് എഴുതിയത് നമ്മുടെ സുഹൃത്ത് അമർനാഥ് വള്ളത്താണ്. അമർനാഥ് വള്ളത്തിൻ്റെ പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തും ഞാൻ. കാരണം അദ്ദേഹം ഇല്ല, മുഴുവൻ സമയം ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം കൂടിയാണ് അദ്ദേഹം. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഏതാണ്ട് 2-3 മാസമായതേ ഉള്ളൂ. ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഈ അമർനാഥ് വള്ളത്തിനെ എന്നെ പരിചയപ്പെടുത്തിയത് സത്യത്തിൽ ശിവൻ സുധാലയമാണ്. അതിനിടയാക്കിയത് നമ്മുടെ AVB കാവിൽപ്പാട്, അതായത് വേണേട്ടൻ, അതുപോലെ പാപ്പച്ചൻ കടമക്കുടി, ഇവരെല്ലാവരും കൂടി കേന്ദ്രീയ വിദ്യാലയത്തിൽ നന്ദുവിൻ്റെ അരിക്കൊമ്പനെക്കുറിച്ച് ഉള്ള പുസ്തകം ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയല്ലോ, പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്താണ്. അത് ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മയായിരുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കുട്ടികളായിട്ട് സംവദിക്കാനൊക്കെ അവസരം കിട്ടി. അന്ന് അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലുകൾക്കിടയിൽ ഹോട്ടൽ മഹാറാണിയിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പീപ്പിളി എന്ന് പറയുന്ന പുസ്തകവും ലഭിച്ചു. ഈ പുസ്തകം ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇതിലെ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കോഴിക്കോട് കൂടി നടന്നുപോയ സമയങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. കുട്ടിക്കാലത്തിൻ്റെ എന്താ പറയുക, ചെറിയ പ്രായത്തിൽ, കാരണം അദ്ദേഹത്തിൻ്റെ എൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കാലഘട്ടമാണല്ലോ. അതായത് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം, അയൽപക്കങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കാലം, കടകളില്ലാത്ത കാലം, സ്നേഹം മാത്രം വിറ്റ് ജീവിച്ചിരുന്ന ഒരു കാലം, അങ്ങോട്ടും ഇങ്ങോട്ടും കുന്നായ്മയും കുശുമ്പും കാണിക്കാതെ ഓരോരുത്തരും അവനവൻ്റേതായ ജീവിതം നോക്കി നടന്നിരുന്ന ഒരു കാലം. അങ്ങനെയുള്ളൊരു കാലം ആർക്കുമുണ്ട്? നമ്മുടെ അമർനാഥിനുമുണ്ട്. സത്യത്തിൽ അമർനാഥിന് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല. ഒരു എൻജിനീയർ ആയി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ആ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതിൽ 13 കഥകളെ ചേർത്തിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. അദ്ദേഹം സത്യത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇയാൾ പള്ളത്ത് കുടുംബത്തിലെ അംഗമാണ്. 1945 ജനിച്ചു. 1945 ജനിച്ചു. അദ്ദേഹം മാവൂർ ഗോളിയോറൻസ്, ബ്രിട്ടീഷ് ഓക്സിജൻ, ലിൻഡേസ് ഗ്യാസ്, വിറ്റേമാൻ, എല്ലൻബാറി എന്നീ കമ്പനികളിൽ ജനറൽ മാനേജറായിട്ട്, ഡയറക്ടർ എന്നീ തസ്തികകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ഡിസ്ട്രീബഡി എന്ന കമ്പനി ഡയറക്ടറായി അവസാന കാലത്ത് അദ്ദേഹം. അതിനുശേഷം ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൂടി പറഞ്ഞുതരാം. വഴുക്കി വീണ നിമിഷങ്ങൾ നോവൽ, അത് മകളും ഭർത്താവിനുമൊപ്പം എഴുതിയ അൺട്രാവൽ റിലേഷൻഷിപ്പ് അളകോതിരം എന്ന മാനേജ്മെൻറ്റ് പുസ്തകമുണ്ട്. ഇത്തിരി പോന്ന കൊച്ചു കഥകൾ, എസ്സേകൾ, ഡെത്ത് കൗണ്ടർ ആൻഡ് എൻകൗണ്ടർ ബയോഗ്രഫി ഉണ്ട്. ചതുരംഗം കഥകളുണ്ട്. എൻ്റെ സുന്ദരി പെണ്ണുങ്ങൾ കഥകളുണ്ട്. പീപ്പിളി കവിതാസംഹാരമുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ സുന്ദരി പെണ്ണുങ്ങൾക്ക് സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ 2022 ബുക്ക് അവാർഡ് നേടി. പീപ്പിളി ബോധി ഒറ്റത്താൾ എന്ന സാഹിത്യ കൂട്ടായ്മയിലെ അക്ഷരനിറവ് എന്ന അവാർഡും നേടി.
അഭിനയ രംഗത്തും ചിത്രരചനയിലും സജീവമാണ് ഇദ്ദേഹം ആയിരുന്നു. ഭാര്യ ഉഷ ഫാഷൻ ഡിസൈൻ ടീച്ചർ, മകൾ ദിവ്യ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഏരിയയിൽ MNC കമ്പനിയിൽ, മേഘന കൊച്ചു മനസ്സുകളിൽ വികസനത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുന്ന അധ്യാപിക, മരുമകൻ വികാസ് സ്വന്തം ബിസിനസ് കൊച്ചുമോൾ ദർസ് സ്കൂളിൽ. അങ്ങനെ വിപുലമായ ഒരു കുടുംബ പശ്ചാത്തലമുള്ള, എഴുത്തിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം എന്താ പറയുക മനുഷ്യജീവികളുടെ ഒരു കൂട്ടായ്മയാണ് അമർനാഥ് പള്ളത്ത് എന്ന് പറയുന്ന പള്ളത്ത് കുടുംബം. അപ്പം ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കഥകളെല്ലാം ഞാൻ ഏറെക്കുറെ വായിച്ചതാണ്. എല്ലാം നല്ല കോഴിക്കോട് പശ്ചാത്തലത്തെ ഇതാക്കിയിട്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു, ഞാനും നിങ്ങളും കൂടി കോഴിക്കോട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഒത്തുകൂടണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അദ്ദേഹം അതിനെ സമ്മതിക്കുകയും അതിനുള്ള അവസരങ്ങൾ വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം നമ്മുടെ യാത്രയിൽ നിന്ന് വേറിട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോയിരിക്കുന്നത്. എന്തായിരുന്നാലും അവിടെ അദ്ദേഹം സുഖമായിട്ടിരിക്കട്ടെ, നമ്മുടെ എല്ലാം നോക്കിക്കാണാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ശ്രീ അമർനാഥ് പള്ളത്തിൻ്റെ ഒരു കഥ, ഞമ്മൻ്റെ കോഴിക്കോട് ഒരു കഥ ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നു. അഭിപ്രായം പറയാൻ അദ്ദേഹമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പച്ചയായ മനുഷ്യനായിട്ടുള്ള നാടൻ ഭാഷകൾ മാത്രം ചേർത്ത് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ കോഴിക്കോട് എഴുതിയില്ല, ഇക്കോട് എന്നെഴുതി, ഇക്കോട്. ഞമ്മൻ്റെ കോഴിക്കോടാണ്, ഞമ്മൻ്റെ കോഴിക്കോട്. അല്ലാന്ന് നിങ്ങളെങ്ങോട്ടാണ്, അനക്കെന്നെ അറിയോ? പിന്നെന്താ, നമ്മളെത്ര കാലമായി കാണാൻ തുടങ്ങിയിട്ട്? എൻ്റെ പേരെന്താ? ഞാണ്ടി. അനക്കെന്താ പണി? ഭാഗ്യം വിൽക്കൽ. അതെന്താടോ നീ അങ്ങനെ പറയണത്? നമ്മളെ ജോലി നമ്മൾക്കറിയാം, നിങ്ങൾക്കും അറിയാം. ലോട്ടറി വേണോ? വേണ്ട. ഞാൻ ഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും ചങ്ങായി ആണ്. എന്നുവെച്ചാൽ അനക്കത് മനസ്സിലാവൂല. പറയീൻ, കേൾക്കട്ടെ. എൻ്റെ ഇന്നത്തെ വരവിനും പോക്കിനും എൻ്റെ കഥ കേട്ടാൽ അനക്ക് ചായക്ക് കൂടെ പൈസ ഉണ്ടാവില്ല. എൻ്റെ ഇന്നത്തെ വരവിനും പോക്കിനും എൻ്റെ കഥ കേട്ടാൽ അനക്ക് ചായക്ക് കൂടെ പൈസ ഉണ്ടാവാമോ? സാരമില്ല, കണ്ടുമുട്ടിയതല്ലേ, കേൾക്കാലോ. ഞാനാണ് കാല. വേണ്ട, കേൾക്കണ്ട. എന്തേ പേടിച്ചോ? കാലനല്ല, പേടിയുണ്ട്. അല്ലടാ, കാലനല്ല, കാലം. നിങ്ങളാകെ കോലം കെടുത്തി, നാട് മൊത്തം മാറിയില്ലേ? നമ്മളിങ്ങനെ ചുറ്റിക്കളിക്കൂ. നിങ്ങളാണ് നല്ലതാക്കുന്നതും വേണ്ടാത്തതാ ഉണ്ടാക്കുന്നതും. ഞാനോ? അതെ, മനുഷ്യർ. അപ്പം നിങ്ങൾ മനുഷ്യനല്ലേ? അല്ല, ഞാൻ ആണ് മാറി മറിയുന്ന കാലം. ഞാനാണ് മാറി മറയുന്ന കാലം. മനസ്സിലായില്ല? കേൾക്കണോ? കേൾക്കലോ. അല്ല കുഞ്ഞാണ്ടി, അനക്കിന്ന് വരവുണ്ടാവില്ലല്ലോ. സാരല്ല, പഴയ കഥ മുതൽ തുടങ്ങിക്കോളീൻ. നീ കറുത്ത ഓട്ടയെപ്പറ്റി കേട്ടിട്ടുണ്ടോ? തേങ്ങേൻ്റെ മുകളിലുള്ള 3 ഓട്ട പോലെ അല്ലേ? അല്ലടോ, ബ്ലാക്ക് ഹോൾ. പേപ്പറിലൊക്കെ കാണാറുണ്ട്. അത് തന്നെ. ഞാൻ അത്ര ദൂരത്തിരിപ്പല്ല, ചുറ്റുകയാണ്. വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, അതാണ് എൻ്റെ ജോലി. നമ്മൾ ലോട്ടറി വിറ്റ് ജീവിക്കണ. നിങ്ങളോ? കുഞ്ഞാണ്ടീൻ്റെ പൂർവികന്മാരൊക്കെ ലോട്ടറി വിറ്റാണോ ജീവിച്ചത്? അറിയില്ല. അതാ കാലം. മനുഷ്യരെ മറവിയിൽ ജീവിക്കുന്നു. കാലത്തിന് കാലാന്തരങ്ങളായ സമയത്തിൻ്റെ കണക്കറിയാം. കാലം മനുഷ്യൻ്റെ മറവിയിൽ ജീവിക്കുന്നു. കാലത്തിന് കാലാന്തരങ്ങളായ സമയത്തിൻ്റെ കണക്കറിയാം.
അതായത് യേശുക്രിസ്തു ജനിച്ചതിന് മുമ്പ് ഉള്ളതൊക്കെ അറിയൂ. അതായത് യേശുക്രിസ്തു ജനിച്ചതിന് മുമ്പുള്ളതൊക്കെ അങ്ങക്ക് അറിയൂ. എൻ്റെ ഭൂമി ഉണ്ടായിട്ടിപ്പോൾ എത്ര കൊല്ലായി? എൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. മൂപ്പര് എന്നോട് ചോദിച്ചു നോക്കട്ടെ. എൻ്റെ മുത്തച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. മൂപ്പരോടൊന്ന് ചോദിച്ച് നോക്കട്ടെ. വേണ്ട, ഞാൻ പറയാം. നമ്മളെ പറ്റിക്കല്ലേ? എന്നാ കേട്ടോ, ഒരു 5 ഇട്ടോ, അതിൻ്റെ കൂടെ 9 0 കൂട്ടിക്കോ. പറ്റിക്കുക അല്ലേ? അല്ല. അതാ പറഞ്ഞ നീ ലോട്ടറി വിറ്റിയിട്ട് നടന്നോ? അല്ല. അങ്ങക്ക് അപ്പോൾ മരണമില്ലേ? ഇല്ല, കാലത്തിന് മരണമില്ല. മണ്ട് ലോട്ടറി ടിക്കറ്റ് വിൽക്കണ്ടേ? ഞങ്ങൾ പഴയ കഥകൾ പറയാ. ടൈമണ്ടോ ലോട്ടറി ടിക്കറ്റ് വിൽക്കണ്ടേ? ഓ കേട്ടോളാ. അല്ല, ഈ കാലമെന്ന നിങ്ങളും കാലാവസ്ഥ എന്ന അയാളും കുടുംബക്കാരാണോ? അല്ല, ഈ കാലമെന്ന നിങ്ങളും കാലാവസ്ഥ എന്ന അയാളും കുടുംബക്കാരാണോ? ബന്ധമുണ്ട്. കാലം തിരിഞ്ഞു കളിക്കുമ്പോൾ കാലാവസ്ഥയും മാറി മറിയും. ബന്ധമുണ്ട്. കാലം തിരിഞ്ഞു കളിക്കുമ്പോൾ കാലാവസ്ഥയും മാറി മറിയും. അതെങ്ങനെയാണ് ഇഷ്ടം? സൂര്യൻ വടക്ക് നിന്ന് തെക്കോട്ടും അവിടെ എത്തിയാൽ വീണ്ടും വടക്കോട്ടും ഒക്കെ മാറുന്നത് ഇനി കണ്ടിരുന്നോ? എവിടെ കാണാനാ? നീ കള്ള ലോട്ടറി വിൽക്കാറുണ്ടോ? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. അതും ചന്ദ്രനെയും സൂര്യനെയും നോക്കി ഞാൻ നിൽക്കാൻ. വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. അതും ചന്ദ്രനെയും സൂര്യനെയും നോക്കി നിൽക്കാൻ. അപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. കാരണം ഇതിൽ മുഴുവനായിട്ട് വായിക്കുന്ന ഒരുപാട് സമയം വേണം. അദ്ദേഹം കുറച്ച് ഹാസ്യാത്മകമായ കാലത്തെ അതിജീവിക്കുന്ന എഴുത്തുകാരനാണ്. കാരണം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഈ കഥ തന്നെ അതാണ്. കാലം മരിക്കുന്നില്ല. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന് മാറ്റങ്ങളുണ്ടാകുന്നു, ചുറ്റുപാടിന് മാറ്റങ്ങളുണ്ടാകുന്നു. പക്ഷേ കാലത്തെ അതിജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അദ്ദേഹവും കാലത്തിന് വിധേയനായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയിരിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ കൃതജ്ഞതയും അർപ്പിക്കുന്നു. എക്കാലവും അദ്ദേഹം നമ്മുടെ കൂട്ടുകാരനായി, എഴുത്തുകാരനായി ഇവിടെ ഉണ്ടാകട്ടെ. പപ്പഴ ബുക്സിൻ്റെ ഇതിന് എഴുതിയിരിക്കുന്നത് ABV കാവിൽപ്പാടാണ്. ഇതിൻ്റെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്നത് ABV കാവിൽപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഇതാണ്. നമസ്കാരം.